വെൽക്കം ബാക്ക് ടു തനൂസ് വ്ലോഗ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഈസി ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. ഇത് കൂടുതലും ബാച്ചിലേഴ്സിന് ട്രൈ ആക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. അതും ലിമിറ്റഡ് ഇൻഗ്രീഡിയൻസ് വെച്ച് ഒരു കിടിലൻ റൈസ് റെസിപ്പി. ഇതിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷസും ആവശ്യമില്ല കേട്ടോ. അത്രയും ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പിയാണ്. അപ്പം നമുക്ക് നോക്കിയാലോ. 3 മീഡിയം സൈസ് പൊട്ടാറ്റോ, 2 ടീസ്പൂൺ ചില്ലി പൗഡർ, ഹാഫ് ടീസ്പൂൺ ടർമറിക് പൗഡർ, 1 ടീസ്പൂൺ ക്യുമിൻ പൗഡർ, 2 ടീസ്പൂൺ പെപ്പർ, പിന്നെ ഗാർലിക് ആൻഡ് സോൾട്ട്. ഇനി വേണ്ടത് 2 കപ്പ് കുക്ക്ഡ് റൈസാണ് കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് പൊന്നി റൈസാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏത് റൈസ് ആണെങ്കിലും എടുക്കാം. ഇനി ഞാനിവിടെ ചട്ടി ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. വെള്ളമൊന്നും ചേർക്കാതെ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ അത് വേവിച്ചെടുക്കുന്നത്. ഇത് ഒരുപാട് വെന്താലും നമുക്ക് ആ റൈസിന് ആ ഒരു ഭംഗിയും ആ ഒരു രുചിയും നമുക്ക് നഷ്ടപ്പെടും. സോ ഇതൊന്ന് മുരിഞ്ഞ് കിട്ടാൻ മാത്രമേ പാടുള്ളൂ കേട്ടോ. ഇതുപോലെ അടച്ചും തുറന്നും നമ്മളിത് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ നമ്മളുടെ ഉരുളക്കിഴങ്ങ് അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ പൊട്ടാറ്റോ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ആഡ് ചെയ്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു 5 to 10 മിനിറ്റ്സ് ആകുമ്പോഴേക്കും അതിൻ്റെ പച്ചമണമൊക്കെ മാറും. അപ്പം നമ്മൾ ഇവിടെ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്, ആവശ്യത്തിന് മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് പെപ്പറാണ്. പെപ്പറൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഫൈനലി ഞാനിവിടെ ജീരകപ്പൊടി ചേർക്കുന്നുണ്ട്. ചില ആൾക്കാർക്ക് ജീരകപ്പൊടി ചേർക്കുന്നത് അത്ര ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ ഈ റെസിപ്പിയിൽ ജീരകപ്പൊടി ചേർക്കുമ്പോൾ ഈ റൈസിന് ഭയങ്കര രുചിയാണ്. ഇനി വേണ്ടത് കറിവേപ്പിലയാണ്. ഇനി നമ്മൾ കറിവേപ്പില ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇട്ടിട്ടുള്ള മസാലാസിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം മാത്രം നമ്മൾ റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി റൈസ് വേവിക്കുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, ഇതുപോലത്തെ റൈസ് റെസിപ്പീസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചോറ് ഓവർ കുക്ക്ഡ് ആക്കരുത്. കാരണം ഇത് ഒരുപാട് വെന്താലും ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇതുപോലെ ഞാൻ ഉണ്ടാക്കുന്ന പോലെയുള്ള ഒരു കൺസിസ്റ്റൻസിയിലും ആ ഒരു ടെക്സ്ചറും കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റൈസ് എപ്പോഴും കറക്റ്റ് വേവിൽ വേണം എടുക്കാൻ കേട്ടോ. ഇനി ഞാനിവിടെ ഉപ്പും പെപ്പറും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. എരിവിനനുസരിച്ച് നിങ്ങൾക്കത് അവോയ്ഡ് ചെയ്യാം. ഇനി ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്യുന്നുണ്ട്. അത് ടോട്ടലി നിങ്ങളുടെ ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മളുടെ അടിപൊളി പൊട്ടാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു റെസിപ്പി നമുക്ക് വെറും 10 മിനിറ്റ്സിൽ ഉണ്ടാക്കുന്നതേ ഉള്ളൂ. എല്ലാ പൊട്ടാറ്റോ ലവേഴ്സിനും ഞാൻ ഈ റെസിപ്പി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇഫ് യു ലൈക്ഡ് മൈ ചാനൽ, പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. താങ്ക് യു.